സ്വാഗതം സകലമാന കേരളത്തിലേക്ക്. ഹോസ്റ്റലിൽ മോശം ഭക്ഷണമെന്ന് ആരോപിച്ച് കൊല്ലത്ത് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. TKM കോളേജിന് മുന്നിൽ കഞ്ഞിവെച്ച് പ്രതിഷേധവുമായി കുട്ടികൾ. ചോദ്യം ചെയ്യും, ശബ്ദമുയർത്തും, നമ്മളൊന്നായി ചോദ്യം ചെയ്യും, നമ്മളൊന്നായി ചോദ്യം ചെയ്യും, നമ്മളൊന്നായി ചോദ്യം ചെയ്യും, നമ്മളൊന്നായി ചോദ്യം ചെയ്യും. കോന്നിയിലെ വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയിൽ പ്രതിഷേധം ശക്തം. ഗായത്രി ആത്മഹത്യ ചെയ്തത് അധ്യാപകന്റെ മോശം പെരുമാറ്റം കാരണമെന്ന് അമ്മ. ആരോപണ വിധേയനായ അധ്യാപകൻ ഒളിവിൽ. പരിശീലന കേന്ദ്രത്തിലേക്ക് പ്രതിഷേധ മാർച്ച്. തിരുവനന്തപുരത്ത് മകൻ അച്ഛനെ വെട്ടിക്കൊന്ന കേസിൽ ദുരൂഹതയേറുന്നു. പ്രജിൻ ജോസിന്റെ മുറിയിലേക്ക് 5 വർഷമായി ആർക്കും പ്രവേശനമില്ല. മാതാപിതാക്കളെ മുൻപും ഉപദ്രവിച്ചെന്ന് ബന്ധുക്കൾ. ആളുമാറി മർദ്ദിച്ചെന്ന് പോലീസിനെതിരെ വീണ്ടും പരാതി. കാസർകോട് ബേക്കൽ SIക്കെതിരെ പരാതിയുമായി കുടുംബം. അച്ഛനെയും മകളെയും ഉൾപ്പെടെ മർദ്ദിച്ചെന്ന് പരാതി. ഹോട്ടലിൽ ബ്രോസ്റ്റഡ് ചിക്കൻ നൽകിയില്ലെന്ന് ആരോപിച്ച് ജീവനക്കാർക്ക് മർദ്ദനം. കോഴിക്കോട് താമരശ്ശേരിയിൽ ആക്രമണം നടത്തിയത് 5 അംഗ സംഘം. CCTV ദൃശ്യം പുറത്ത്. വിശദമായി നോക്കാം. കൊല്ലം TKM കോളേജിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. ഹോസ്റ്റലിൽ നിന്ന് മോശം ഭക്ഷണം നൽകിയെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. 2 ആഴ്ച മുൻപും ഭക്ഷണം കഴിച്ച 3 പേർ ആശുപത്രിയിലായെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. കോളേജിന് മുന്നിൽ കഞ്ഞി വെച്ച് വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. ചോദ്യം ചെയ്യും, ശബ്ദമുയർത്തും, നമ്മളൊന്നായി ചോദ്യം ചെയ്യും, നമ്മളൊന്നായി ചോദ്യം ചെയ്യും, നമ്മളൊന്നായി ചോദ്യം ചെയ്യും, നമ്മളൊന്നായി ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യും, ശബ്ദമുയർത്തും, നമ്മളൊന്നായി ചോദ്യം ചെയ്യും, നമ്മളൊന്നായി ചോദ്യം ചെയ്യും, നമ്മളൊന്നായി ചോദ്യം ചെയ്യും, നമ്മളൊന്നായി ചോദ്യം ചെയ്യും. വിനീഷ് നൽകും കൂടുതൽ വിവരങ്ങൾ. വിനീഷ്, നമ്മൾ ക്യാമ്പസുകളിൽ പല വിധത്തിലുള്ള സമരങ്ങളും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരു വ്യത്യസ്തമായ സമര മുറയെന്ന് മനസ്സിലാക്കുന്നു. കഞ്ഞി വെച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് വിദ്യാർത്ഥികളുടെ. ഇതിനു മുൻപും ഇത്തരത്തിൽ സമാനമായ സംഭവങ്ങൾ, അതായത് മോശം ഭക്ഷണം ലഭിച്ച സാഹചര്യം ഉണ്ടായിട്ട് പോലും അധികൃതർ നടപടിയെടുത്തില്ല എന്നതിൽ പ്രതിഷേധിച്ചായിരിക്കും വിദ്യാർത്ഥികൾ ഇപ്പോൾ സമരം നടത്തുന്നത് അല്ലെ? എന്താണ് മനസ്സിലാക്കാൻ സാധിച്ചത്? എന്താണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും ഭവ്യ, ഈ കൊല്ലം TKM കോളേജിലെ വിദ്യാർത്ഥികളാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധവുമായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോഴും അവിടെ നടന്നു വരുന്നത്. കോളേജിന് മുന്നിൽ കഞ്ഞി വെച്ചുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഹോസ്റ്റലിൽ നിന്നും മോശം ഭക്ഷണം ലഭിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. നിരവധി തവണ അവർ മാനേജ്മെന്റുമായിട്ട് എല്ലാം സംസാരിച്ചു എന്ന് പറയുന്നുണ്ട്. ഭക്ഷണം മോശം ഭക്ഷണമാണ് ലഭിക്കുന്നതെന്ന് അറിയിക്കുകയും ചെയ്തു. പക്ഷേ ഇതിലൊന്നും ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു ആരോപണമാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് വരുന്നിരിക്കുന്നത്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ ഇത്തരത്തിലുള്ള ഭക്ഷണം കഴിച്ച് കുട്ടികൾക്ക് ഫുഡ് പോയിസൺ അടക്കം ഉണ്ടായ സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ 3 വിദ്യാർത്ഥികൾ ആശുപത്രിയിലായ സാഹചര്യമൊക്കെ ഉണ്ട്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് അടിയന്തരമായ ഒരു നടപടിയാണ് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഭവ്യ, വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ട മുറിഞ്ഞകാലിൽ ഡേറ്റിംഗിന് ക്ഷണിച്ചതിനെ തുടർന്ന് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അധ്യാപകൻ ഒളിവിൽ. അടൂരിലെ ദ്രോണ ഡിഫൻസ് അക്കാദമി ഉടമ പ്രദീപ് കുമാറാണ് ഒളിവിൽ പോയത്. സൈനിക റിക്രൂട്ട്മെന്റ് പരിശീലന കേന്ദ്രത്തിലേക്ക് യുവജന സംഘടനകൾ പ്രതിഷേധ മാർച്ച് നടത്തി. കഴിഞ്ഞ 1.5 വർഷമായി അടൂരിലെ അഗ്നിവീർ റിക്രൂട്ട്മെന്റ് പരിശീലന കേന്ദ്രത്തിൽ പഠിക്കുകയായിരുന്ന ഗായത്രിയെ ഇന്നലെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ. അധ്യാപകന്റെ മോശം പെരുമാറ്റത്തിലുണ്ടായ മനോവിഷമത്തിലാണ് മകൾ ആത്മഹത്യ ചെയ്തതെന്ന് അമ്മ രാജി ആരോപിച്ചു. അധ്യാപകൻ തന്നെ, വേറെ ആരുമല്ല. വേറെ പ്രശ്നമൊന്നുമില്ല. ഈ അധ്യാപകൻ കാരണം തന്നെ എൻ്റെ കുഞ്ഞു പോയത്. ഇയാൾക്ക് എൻ്റെ കുഞ്ഞിന്റെ ജീവൻ തിരിച്ചു തരാൻ പറ്റുമോ? ഞാൻ പെറ്റമ്മയാണ് ചോദിക്കുന്നത്. എൻ്റെ കുഞ്ഞിന്റെ ജീവൻ തിരിച്ചു തരാൻ അയാളാണ് അല്ല, ഞാൻ വിശ്വസിക്കത്തില്ല. ഇയാൾക്കൊണ്ടൊരു മോള്. ഇതിനി ഞാൻ ഏതറ്റം വരെയും പോകും. കഴിഞ്ഞ ദിവസവും രാജിയും സ്ഥാപന ഉടമയും തമ്മിൽ വാക്കേറ്റമുണ്ടായിരുന്നു. ഫോണടക്കം വിശദമായി പരിശോധിച്ചെങ്കിൽ മാത്രമേ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചതെന്തെന്ന് വ്യക്തമാകൂ എന്ന് പോലീസ് പറഞ്ഞു. എന്നാൽ പെൺകുട്ടിയുടെ മരണത്തിന് പിന്നാലെ ഡിഫൻസ് അക്കാദമി ഉടമ പ്രദീപ് കുമാർ ഒളിവിൽ പോയി. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. സ്ഥാപനത്തിലേക്ക് ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് സംഘടനകൾ പ്രതിഷേധ പ്രകടനം നടത്തി.
സ്ഥാപനത്തിന് മുന്നിലെ ബോർഡുകൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തകർത്തു. ന്യൂസ് 18 പത്തനംതിട്ട. തിരുവനന്തപുരം വെള്ളറടയിൽ അച്ഛൻ മകനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ ദുരൂഹതയേറുന്നു. പ്രജിൻ ജോസ് കുടുംബാംഗങ്ങളോട് നേരത്തെയും ക്രൂരമായി പെരുമാറിയിട്ടുണ്ടെന്ന് ജോസിന്റെ ബന്ധു ന്യൂസ് 18നോട് പ്രതികരിച്ചു. അതേസമയം ബ്ലാക്ക് മാജിക്കിന്റെ ഭാഗമായാണോ പ്രജിൻ ജോസ് കൊലപാതകം നടത്തിയതെന്ന് അറിയാൻ വെള്ളറട പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. അവൻ ഈ വീട്ടിനകത്ത് പൈപ്പ് പൊട്ടിച്ചു, ഇവരെ രണ്ടുപേരെയും പുറത്താക്കി. രാത്രിയാണ് അസമയത്ത്. എന്നിട്ട് അവൻ ഇവിടെ നിന്നാണ് കുളിച്ചത്. ഈ ഹാളിൽ നിന്ന് പൈപ്പ് പൊട്ടി മൊത്തം വെള്ളം ഈ വീട്ടിനകത്ത്. ഭയങ്കരമായ അസഹ്യമായ രീതിയിൽ ഒരു പെരുമാറ്റം നടത്തി. അത് എനിക്ക് തോന്നുന്നു 2 വർഷമായെന്ന് തോന്നുന്നു. അതെ, പൊട്ടിച്ച് ഇവിടെ നിന്ന് കുളിച്ചു ഈ ഹാളിൽ നിന്ന്. അപ്പോൾ അവസാനം ഇവർക്ക് വീട്ടിൽ കയറാനും നിവൃത്തിയില്ല. അങ്ങനെ 100-ൽ വിളിച്ചു ജോസണ്ണ. ചൈനയിലെ വുഹാനിൽ നിന്ന് മെഡിക്കൽ പഠനം പൂർത്തിയാക്കി വെള്ളറടയിൽ തിരിച്ചെത്തിയതിന് പിന്നാലെയാണ് പ്രജിൻ ജോസിന്റെ പെരുമാറ്റത്തിൽ ഇങ്ങനെ അസ്വാഭാവികതകൾ കണ്ടു തുടങ്ങിയത്. 1 മാസം മുമ്പ് ബന്ധുവിന്റെ കല്യാണ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം പ്രജിൻ ചെയ്തതാകട്ടെ ഇങ്ങനെ. എല്ലാവരും കുടുംബപരമായി ഈ പ്രജനും ഉണ്ടായിരുന്നു. പള്ളിയിലെ കെട്ട് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ മണ്ഡപത്തിലേക്കല്ല പോയത്. അവൻ റിസപ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക്, അതായത് ഈ ചർച്ചിലെന്ന് റിസപ്ഷൻ നടക്കുന്ന സ്ഥലത്ത് ആഡിറ്റോറിയത്തേക്ക് 2 കിലോമീറ്റർ ഉണ്ട്. പ്രജിൻ ഈ വാഹനത്തിൽ ജോസന്റെ ഭാര്യ, മകള്, ഈ ജോലിയൊക്കെ ചെയ്യാൻ വരുന്ന ഒരു സ്ത്രീ, ഇവരെല്ലാവരും ആ കാറിലാണ് കയറിയിട്ട് തിരിച്ച് വീട്ടിലേക്കാണ് ആ കാറ് തിരിച്ചു വിട്ടത്. അപ്പോൾ എവിടെ പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ ഒരു മരുന്ന് വാങ്ങണം മെഡിക്കൽ സ്റ്റോറിൽ. അപ്പം മെഡിക്കൽ സ്റ്റോർ കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഞാൻ മരുന്ന് വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് അലസ്യമായി വാഹനം ഓടിച്ചു, വേഗതയിൽ. അതെ. അപ്പം സഹോദരി പറഞ്ഞു, എന്നെ നീ ഇറക്കി വിട്, നിങ്ങളെല്ലാം ഞാൻ സ്വർഗത്തിലെത്തിക്കാമെന്ന് പറഞ്ഞ് ആ ഒരു സ്പീഡിലാണ് വന്ന് വണ്ടി നിന്നത് ഈ വീട്ടിന്റെ ഫ്രണ്ടിൽ. എന്നിട്ട് അവൻ ഇറങ്ങി അങ്ങ് മുകളിൽ പോയി. പിതാവിന്റെ മരണം ഉറപ്പാക്കാൻ പ്രജിൻ ചെയ്ത ക്രൂരകൃത്യം കണ്ട് അമ്മ ബോധരഹിതയായെന്നും ബന്ധുവായ ഷൈൻകുമാർ ന്യൂസ് 18നോട് പറഞ്ഞു. അമ്മ ഇവിടെ ഇതറുക്കാൻ വേണ്ടി വെച്ചിരുന്ന കത്തി എടുത്താണ് കഴുത്തറുത്തത്. അപ്പോൾ ഈ അമ്മ വരുന്ന സമയത്ത് പ്രജിൻ ഇവിടെ നിന്ന് പോയി. പ്രജിൻ ഉണ്ടായിരുന്നു പുറത്ത്, ഈ ജോസേട്ടന്റെ പുറത്ത്. അതെ, മരണം ഉറപ്പാക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഈ ശംഖ് അറ്റിരുന്നു. ഈ 2 പൊട്ടിയിരുന്നു. അപ്പൊ ഈ ജോസേട്ടൻ കണ്ണ് തുറന്നാണ് ഇരുന്നത്. കണ്ണ് തുറന്ന് അപ്പോൾ ഈ അമ്മയ്ക്ക് തോന്നി അമ്മയെ നോക്കുന്നതാണ്, എന്തോ പറയുന്നതാണെന്ന് വേണ്ടി അമ്മ കെട്ടിപ്പിടിച്ചു അവരെ പുറത്തുവിടാൻ. ഈ സമയത്ത് പോലീസ് എത്തിക്കഴിഞ്ഞു. നാട്ടുകാർക്കും ബന്ധുക്കൾക്കുമെല്ലാം പ്രിയങ്കരനായിരുന്ന ജോസിന്റെ ക്രൂര കൊലപാതകത്തിന്റെ നടുക്കത്തിൽ നിന്ന് വെള്ളറടയിലെ കിളിയൂർ എന്ന ഗ്രാമം ഇപ്പോഴും മുക്തമായിട്ടില്ല. അതേസമയം കൊലപാതകത്തിലേക്ക് നയിച്ചത് ബ്ലാക്ക് മാജിക് തന്നെയോ എന്ന് ഉറപ്പിക്കാനുള്ള പോലീസിന്റെ പരിശോധനയും പുരോഗമിക്കുകയാണ്. ഡാൻ കുര്യൻ, ന്യൂസ് 18 തിരുവനന്തപുരം. കാസർകോട് വീട്ടിലെത്തിയ SIയും സംഘവും ആളുമാറി അച്ഛനെയും മകളെയും ഉൾപ്പെടെയുള്ളവരെ മർദ്ദിച്ചെന്ന് പരാതി. ബേക്കൽ പോലീസിനെതിരെ കുടുംബം പരാതിയുമായി രംഗത്തെത്തി. സർജറി കഴിഞ്ഞയാളെന്ന് പറഞ്ഞിട്ട് പോലും മർദ്ദിച്ചുവെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ബേക്കൽ SI അജയ് S മേനോനെതിരെയാണ് പരാതി. വീട്ടിലെത്തിയ SIയും സംഘവും അച്ഛൻ BK കണ്ണൻ, മകൾ സിനിജ, ബന്ധു ഷീല എന്നിവരെ ക്രൂരമായി മർദ്ദിച്ചതായാണ് പരാതി. ആളുമാറിയാണ് മർദ്ദനമെന്ന് കുടുംബം പറയുന്നു. മർദ്ദനത്തെ തുടർന്ന് 5 ദിവസം കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു BK കണ്ണൻ. ജീപ്പിലൊക്കെ വലിച്ചു കയറ്റാൻ ആടുന്ന് ചങ്ക് പിടിച്ചിട്ട് അന്നേരം മോള് ഇടപെട്ട് കരച്ചിലും പിന്നെ ഭീകര അന്തരീക്ഷം. ഇവിടുന്ന് ആ പരിസരവാസികൾ ഫുള്ള് വന്ന് ഇവരെ കരച്ചിൽ കെട്ടിയിട്ടുണ്ട്. പുള്ളികളും ഇവള് 2 കരച്ചിട്ട് ഇവരെല്ലാവരും വന്ന് വിടുന്നില്ല. വിടവപ്പൻ്റെ മോള് ഇടപെട്ടിട്ട് മോളെ ഉന്തി തെറിപ്പിച്ച് ഒരു ഭാഗത്തേക്ക് എൻ്റെ മരുവോളുണ്ട്. അവള് പിള്ളേരൊക്കെ കരച്ചിൽ, ഭയങ്കര കരച്ചിലായിരുന്നു. എന്തോ ഒരു പ്രവൃത്തി തന്നെ, എന്തോ ഒരു ഭീകരാന്തരീക്ഷമാണ് ആ SI കാണിച്ച നമ്മളോട്. സർജറി കഴിഞ്ഞയാളാണെന്ന് പറഞ്ഞിട്ടും മർദ്ദിച്ചുവെന്ന് കുടുംബം ആരോപിക്കുന്നു. സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവിക്കുൾപ്പെടെ കുടുംബം പരാതി നൽകി. ന്യൂസ് 18 കാസർഗോഡ്. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് ഭാര്യയെയും ഇരട്ടക്കുട്ടികളെയും പുറത്താക്കി വീട് പൂട്ടിപ്പോയ സംഭവത്തിൽ കോടതി ഇടപെടൽ. നെയ്യാറ്റിൻകര കോടതി ഇടപെട്ടതിനെ തുടർന്ന് വിഴിഞ്ഞം പോലീസ് പൂട്ട് പൊളിച്ച് ഇവരെ വീടിനുള്ളിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം.
8 വർഷം മുൻപായിരുന്നു വിഴിഞ്ഞം സ്വദേശി അജിത് റോബിൻസണും തിരുപ്പുറം സ്വദേശി നീതുവും വിവാഹിതരായത്. ഇവരുടെ 5 വയസ്സുള്ള ഇരട്ട കുട്ടികളിൽ ഒരാൾ വൃക്കരോഗിയാണ്. അജിത്തും നീതുവും ഏറെ നാളായി സ്വരച്ചേർച്ചയിലായിരുന്നില്ല. മുൻപ് അലൂമിനിയം ഫാബ്രിക്കേഷൻ ജോലി ചെയ്തിരുന്ന അജിത്തിന് പിന്നീട് സർക്കാർ ജോലി ലഭിച്ചു. ഇതോടെ കൂടുതൽ സ്ത്രീധനമടക്കം ആവശ്യപ്പെട്ടു തുടങ്ങിയതായാണ് നീതുവിന്റെ പരാതി. ഗാർഹിക പീഡന കേസും കോടതിയിലാണ്. കോടതിയിൽ നിന്നും പ്രൊട്ടക്ഷൻ ഓർഡർ നേടുകയും ചെയ്തു. കഴിഞ്ഞ വെള്ളിയാഴ്ച കോടതിയിൽ പോയി മടങ്ങിയെത്തവെയാണ് അജിത്ത് വീടിന്റെ ഗേറ്റ് പൂട്ടിയിട്ടത്. ഇതോടെ നീതുവും കുട്ടികളും വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിൽ അഭയം തേടി. പരാതിയെ തുടർന്ന് കോടതി ഉത്തരവ് ലംഘിച്ചതിനും ബാലനീതി വകുപ്പ് പ്രകാരവും അജിത്തിനെതിരെ കേസെടുത്തു. ഇന്നലെ രാത്രി 7:30 വിഴിഞ്ഞം പോലീസാണ് ഗേറ്റിന്റെ പൂട്ട് പൊളിച്ച് ഇവരെ അകത്ത് കയറ്റിയത്. അജിത്ത് കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാത്തതിനാൽ നീതുവും കുട്ടികളും വലിയ ബുദ്ധിമുട്ടിലാണ്. കുട്ടികളുടെ പഠനമടക്കം പ്രതിസന്ധിയിലായി. ന്യൂസ് 18 തിരുവനന്തപുരം. കോഴിക്കോട് താമരശ്ശേരിയിൽ ബ്രോസ്റ്റഡ് ചിക്കൻ തീർന്നുവെന്നാരോപിച്ച് തട്ടുകടയിൽ 5-അംഗ സംഘത്തിന്റെ ആക്രമണം. സംഘർഷത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. താമരശ്ശേരി ചെക്ക് പോസ്റ്റിന് സമീപം പ്രവർത്തിക്കുന്ന ടേക്ക് എ ബ്രേക്ക് എന്ന സ്ഥാപനത്തിൽ രാത്രി 12 മണിയോടെയായിരുന്നു സംഭവം. 5-അംഗ സംഘം കടയിലെത്തി ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടോ എന്ന് ചോദിച്ചു. തീർന്നുപോയെന്ന് പറഞ്ഞപ്പോൾ പ്രകോപിതരായ സംഘം കടയുടമ സയ്യിദിനെയും ജീവനക്കാരൻ മെഹദി ആലത്തിനെയും മർദ്ദിക്കുകയായിരുന്നു. കടയുടമയുടെ കൈക്കും കഴുത്തിനും പരിക്കേറ്റു. യാതൊരു പ്രകോപനവുമില്ലാതെയായിരുന്നു മർദ്ദനമെന്ന് സയ്യിദും ജീവനക്കാരനും പറഞ്ഞു. ഇവിടെ വന്ന് ഒരു 12:30 മണിയായപ്പം ബ്രോസ്റ്റഡ് ഉണ്ടോയെന്ന് ചോദിച്ച് അതില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ട് തീർന്നതെന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ ഉപദ്രവിക്കാൻ വന്നത്. ഒരുപാട് മേലെ ഒന്നായിട്ട് വേദനയാക്കി എൻ്റെ കൈയും കാലും വന്നിട്ട് വളരെ ബുദ്ധിമുട്ടാവുന്നുണ്ട് എനിക്ക് നിൽക്കാൻ തന്നെ. താമരശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. സർക്കാർ എത്ര ശമ്പളം നൽകിയാലും ചില ഉദ്യോഗസ്ഥർക്ക് മതിയാവില്ല. കിമ്പളവും മാസപ്പടിയും കൃത്യമായി കിട്ടിയെങ്കിലേ ജോലി ചെയ്യാനാകൂ എന്ന് വാശി പിടിച്ചാൽ എന്തു ചെയ്യും? കൊല്ലം മുളവനയിലെ താലൂക്ക് സർവേയർ വിജിലൻസിന്റെ പിടിയിലായത് കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ്. വസ്തു അളന്ന് തിട്ടപ്പെടുത്തി നൽകുന്നതിന് വേണ്ടിയായിരുന്നു ഇയാൾ കൈക്കൂലി ആവശ്യപ്പെട്ടത്. കൊട്ടാരക്കര പവിത്രേശ്വരം പൊരിക്കൽ സ്വദേശിയും ഫസ്റ്റ് ഗ്രേഡ് സർവേയറുമായ അനിൽകുമാറാണ് വിജിലൻസിന്റെ പിടിയിലായത്. അഞ്ചൽ സ്വദേശിയുടെ മുളവനയിലുള്ള കുടുംബ വസ്തുവിൽ 3 സെന്റ് അളന്ന് തിട്ടപ്പെടുത്തുന്നതിനായി അപേക്ഷ നൽകി. കളക്ടറുടെ കയ്യിൽ നിന്ന് സ്പെഷ്യൽ ഓർഡറും വാങ്ങിയിരുന്നു. എന്നാൽ വസ്തു അളക്കുന്നതിന് വീണ്ടും കാലതാമസം നേരിട്ടതിനെ തുടർന്ന് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടപ്പോഴാണ് 3000 രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടത്. തുടർന്ന് അഞ്ചൽ സ്വദേശി വിജിലൻസിനെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് ഇന്നലെ 11 മണിയോടെ ഫസ്റ്റ് ഗ്രേഡ് സർവേയർ അനിൽകുമാറും ഉദ്യോഗസ്ഥരും മുളവനയിലെത്തി. വസ്തു അളക്കുന്നതിന് മുന്നേ പണം ആവശ്യപ്പെടുകയും വിജിലൻസ് നൽകിയ പണം ഉദ്യോഗസ്ഥന് കൈമാറുകയും ചെയ്തു. സംഭവസ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്ന വിജിലൻസ് ഉദ്യോഗസ്ഥർ അനിൽകുമാറിനെ കയ്യോടെ പിടികൂടുകയായിരുന്നു. ഉദ്യോഗസ്ഥർ മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് 18 കൊട്ടാരക്കര. കോഴിക്കോട് ജില്ലയിൽ സ്വർണ്ണ നിക്ഷേപ പദ്ധതിയുടെ മറവിൽ തട്ടിപ്പ് നടന്നതായി പരാതി. ജ്വല്ലറി തട്ടിപ്പിനിരയായ 100-ലേറെ പേരാണ് വടകരയിൽ പോലീസ് സ്റ്റേഷൻ കയറിയിറങ്ങുന്നത്. മാസങ്ങൾക്ക് മുൻപ് നൽകിയ പരാതികളിൽ കേസെടുത്തെങ്കിലും തട്ടിപ്പ് നടത്തിയവർ ഇപ്പോഴും പുറത്തെന്നാണ് പോലീസ് പറയുന്നത്. അപ്പോളോ ജ്വല്ലറി, അപ്പോളോ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളിൽ നിക്ഷേപിച്ചവർക്കാണ് പണം നഷ്ടമായത്. ഇരകൾ കർമ്മസമിതി രൂപീകരിച്ച് പ്രക്ഷോഭരംഗത്തിറങ്ങിയെങ്കിലും ജ്വല്ലറി നടത്തിയവർ വിദേശത്ത് കടന്നതോടെ അന്വേഷണം വഴിമുട്ടി. വടകര പോലീസ് നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 102 കേസുകൾ രജിസ്റ്റർ ചെയ്തു. നിലവിൽ ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത്. വടകര പോലീസ് ഇതിനകം 55 കേസുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറി. ഓരോ നിക്ഷേപകനും 1 ലക്ഷം മുതൽ 50 ലക്ഷം രൂപ വരെ നഷ്ടമായിട്ടുണ്ട്. ജ്വല്ലറിയിൽ നിക്ഷേപിക്കുന്ന പണത്തിന് ഉയർന്ന ലാഭവിഹിതം വാഗ്ദാനം നൽകിയിരുന്നു. മോഹന വാഗ്ദാനങ്ങളിൽപ്പെട്ടാണ് പലരും പണം നിക്ഷേപിച്ചത്. ആദ്യഘട്ടത്തിൽ നിക്ഷേപകർക്ക് ലാഭവിഹിതം ലഭിച്ചിരുന്നു. ഇതോടെ പലരും കൂടുതൽ പണം നിക്ഷേപിക്കുകയുണ്ടായി. ജ്വല്ലറി ഉടമകളുടെ മറ്റു സ്ഥാപനങ്ങളിൽ നിക്ഷേപം നടത്തിയവരുമുണ്ട്. കൊണ്ടുപോയത് എൻ്റെ മോളെ മോക്ക് സ്വർണം വാങ്ങേണ്ടിയിട്ട് കൊണ്ടുപോയത്. അപ്പോൾ ഓര് പറഞ്ഞ് നിങ്ങൾക്ക് നമ്മൾ 1000 ഉറുപ്പ്യ മാസം വെച്ചിട്ട് തരാം, പിന്നെ 1 ലക്ഷത്തിന് 1000 ഉറുപ്പ്യ വെച്ചിട്ട് തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ഇട്ട്. പിന്നെ സ്വർണം വാങ്ങാൻ ചെന്നേരം ഓല് തന്നില്ല. പിന്നെ ഒരു 21 വരെ തന്നിക്ക്. പിന്നെ ഓല് പിന്നെ ഒറ്റ പൈസയും തന്നിക്കില്ല. മുതലും ഇല്ല, ലാഭവും ഇല്ല, ഒന്നും
അതിൻ്റെ ഡിവൻഡ് തരാമെന്ന് പറഞ്ഞിട്ട് തന്നിക്കൂല. നമ്മളത് അങ്ങനെ തന്നെ സ്ഥലമെല്ലാം വിറ്റിട്ട് 10-40 ലക്ഷം കൊടുത്തിന്. ഇങ്ങനെ തന്നെ ഒന്നും ഓരോരുത്തരെ മക്കളെ 2 മക്കളതും എൻ്റെതും എൻ്റെ ഭർത്താവിൻ്റെതും കൊടുത്തത്. എന്നിട്ട് ഒന്നും അന്നേരം കുറച്ച് തന്നിന്, പിന്നെ ഇപ്പം ഒന്നും തരത്തില്ല. പ്രതികളിൽ പ്രമുഖർ വിദേശത്തേക്ക് കടന്നതാണ് അന്വേഷണത്തെ ബാധിച്ചതെന്നാണ് പോലീസ് കേന്ദ്രങ്ങൾ വിശദീകരിക്കുന്നത്. ഭൂമി വിറ്റതും മക്കളെ വിവാഹം ചെയ്തയക്കാനും മറ്റുമായി സ്വരൂപിച്ച പണം നഷ്ടപ്പെട്ടവർ നിരവധി പേരുണ്ട്. ജ്വല്ലറി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മധ്യസ്ഥ ശ്രമങ്ങൾ ഇതിനകം നടന്നിരുന്നു. പണം ലഭിക്കുമെന്ന ഉറപ്പിൽ പരാതിയുമായി മുന്നോട്ടു പോകാതെ നിൽക്കുന്നവരുമുണ്ട്. നിക്ഷേപകർക്ക് കോടികൾ നഷ്ടപ്പെട്ട കേസിൽ തുമ്പാവാത്തതിനാൽ അന്വേഷണം മറ്റ് ഏജൻസികളെ ഏൽപ്പിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ന്യൂസ് 18 വടകര. കൊല്ലം തല്ലും താഴത്ത് മയക്കുമരുന്നുമായി യുവാവ് പിടിയിൽ. തല്ലുംതാഴം സ്വദേശി അജു മൻസൂറാണ് പിടിയിലായത്. കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് ടീമും കുണ്ടറ പോലീസും ചേർന്നാണ് പിടികൂടിയത്. കോളേജ് വിദ്യാർത്ഥികൾക്ക് വിൽപ്പന നടത്താനായി കൊണ്ടുവന്ന MDMA ആണ് പിടികൂടിയത്. കൊയ്ത്തുകാലം തുടങ്ങുമ്പോൾ തന്നെ കച്ചവടം നടന്നിരുന്ന വൈക്കോലിനിപ്പോൾ ആവശ്യക്കാർ കുറയുകയാണ്. ക്ഷീര കർഷകരുടെ എണ്ണം കുറഞ്ഞതും വൻകിട ഫാമുകൾ കൂടിയതുമാണ് വൈക്കോലിന്റെ ആവശ്യം കുറയാൻ കാരണം. വില കുറയുന്നതും നെൽകർഷകരെ പ്രതിസന്ധിയിലാക്കുകയാണ്. തൃത്താല മേഖലയിലെ കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളിലെ കാഴ്ചയാണിത്. ആവശ്യക്കാർ കുറഞ്ഞതോടെ പാടങ്ങളിൽ വൈക്കോൽ കെട്ടുകൾ കൂട്ടിയിട്ടേക്കുന്നു. നെല്ലിനൊപ്പം വൈക്കോൽ കൂടി വിറ്റാൽ മാത്രമേ കർഷകർക്ക് മുടക്കുമുതലെങ്കിലും കിട്ടൂ. മുൻ വർഷങ്ങളിൽ വൈക്കോലിനായി പാടശേഖരങ്ങളിലേക്ക് ധാരാളം ആവശ്യക്കാർ എത്തിയിരുന്നു. എന്നാൽ ഒരു കെട്ടിന് 160 രൂപ വരെ ലഭിച്ചിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 100 രൂപയും അതിൽ കുറഞ്ഞുമൊക്കെയുമാണ് വിൽപ്പന. മെഷീൻ കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളിലെ വൈക്കോൽ യന്ത്രം ഉപയോഗിച്ച് കെട്ടുന്നതിന് 40 രൂപ നൽകണം. കെട്ടാനുള്ള പണം കഴിച്ചാൽ നിസ്സാര വില മാത്രമാണ് കർഷകർക്ക് ലഭിക്കുന്നത്. ഈ പ്രദേശത്ത് കുറച്ച് പന്നിശല്യം കമ്മിയുണ്ട്. പക്ഷെ ആ റോഡ് സൈഡിൽ, ആ കാങ്കപ്പുഴ റോഡിന്റെ സൈഡിൽ നല്ല പന്നിശല്യം ഉണ്ടായിട്ടുണ്ട്. ഈ കൃഷി അവിടെ കൊയ്യുന്നതിന്റെ മുമ്പായിട്ട് ഒരുപാട് കണ്ടത്തിൽ ഇറങ്ങിയിട്ട് നാശാക്കിയിട്ട് വൈക്കോല് കിട്ടാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. ഒരു ഏക്കറിൽ ഒരു 84, ഒരു 85, 90 അടുത്ത് വൈക്കോൽ കെട്ടുകൾ ഒരു ഏക്കറയിൽ കിട്ടും. അതിപ്പോ ഒരു 45-50 മാറിയിരിക്കുക. കാരണം ഈ പന്നിശല്യം കാരണം പന്നി പാടത്ത് കിടന്ന് ഉരുണ്ട് കളിച്ചിട്ട് സമയത്ത് അല്ല മറ്റേ ആവശ്യമുള്ള വൈക്കോലുകൾ പണ്ട് കിട്ടിയിട്ട് മാതിരി കിട്ടാറില്ല. അത് നല്ലൊരു പ്രശ്നമാണ് ഈ പന്നിശല്യം. വന്യമൃഗങ്ങളുടെ ആക്രമണവും വിലയിടിവും ഉൽപാദന ചെലവും എല്ലാം വലയ്ക്കുമ്പോഴാണ് വൈക്കോലിനും വില കിട്ടാത്തത്. ഈ കൊല്ലം എനിക്ക് പകുതി നഷ്ടമാണ് അറിയുമ്പോലെ. വൈക്കോല് 5-8 കെട്ട് 80 കെട്ട് വൈക്കോലിന്റെ അടുത്ത് ഇപ്പൊ ആകെ 60-65 കെട്ട് വൈക്കോലേ ഉള്ളൂ. നെല്ലാച്ച അതും കുറവ്. നെല്ല് പറഞ്ഞിട്ട് ഇത് കതിര് വരുന്ന സമയത്തല്ലേ മറിച്ചിടുന്നത്. പിന്നെ ഇവിടുന്ന് ഇത് ഉണ്ടാവുക. പഞ്ചായത്തിൽ പോയി പറഞ്ഞപ്പോ പറഞ്ഞ് അത് അങ്ങനെയാണ് ഇത് ഇങ്ങനെയാണ്, പിന്നെ ഒരു കേസ് തന്നെ എടുക്കുകയാണ് എന്നാണ് പറയുന്നത്. വിറ്റുപോകും മുമ്പ് വേനൽ മഴ എത്തിയാൽ പാടശേഖരങ്ങളിലുള്ള വൈക്കോൽ നശിക്കും. ഈർപ്പമില്ലാതെ വൈക്കോൽ കെട്ട് സൂക്ഷിച്ചു വച്ചാൽ മഴക്കാലത്ത് വില ലഭിക്കാറുണ്ട്. പക്ഷെ 100 കെട്ട് വൈക്കോൽ സൂക്ഷിച്ചു വയ്ക്കാൻ പണിയേറെയെന്നാണ് കർഷകർ പറയുന്നത്. നെല്ല് സംഭരിക്കുന്നത് പോലെ വൈക്കോലും സംഭരിക്കാൻ സർക്കാർ തലത്തിൽ ഇടപെടലുകൾ ഉണ്ടാവണമെന്നും ഇടനിലക്കാരുടെ ചൂഷണം ഒഴിവാക്കണമെന്നുമാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് 18 തൃത്താല. കോവളം വെള്ളായണി കായലിൽ തീപിടുത്തം. കാർഷിക കോളേജിന് സമീപത്ത് പാലം പണി നടക്കുന്ന പ്രദേശത്ത് നിന്നാണ് തീ പടർന്നത്. കായലിന്റെ തീരത്ത് ഉണങ്ങി നിന്ന പുല്ലിലേക്ക് തീ പടരുകയായിരുന്നു. 5 ഏക്കറോളം വരുന്ന പ്രദേശത്തേക്ക് തീ പടർന്നു. കൃഷിനാശമില്ല. വിഴിഞ്ഞം അഗ്നിശമന സേന തീ അണയ്ക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. അരുൺ മോഹൻ ചേരും വിവരങ്ങളുമായി. അരുൺ, നമുക്ക് കാണാൻ സാധിക്കും വലിയ തീപിടുത്തമാണ് ഉണ്ടായത്. ഈ തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചോ? ഇതിനു മുൻപ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതെ, തീർച്ചയായും ഒരു ജനവാസ കേന്ദ്രമല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് സമാധാനിക്കാവുന്നുള്ളത്. തീർച്ചയായും 5 ഏക്കറോളം വരുന്ന പ്രദേശത്തേക്കാണ് തീ ആടി പടർന്നത്. ഈ പറയുന്ന പോലെ വെള്ളയാണി കായലിന്റെ തീരത്ത് ഉണങ്ങിക്കിടന്ന പുല്ലുകളുടെ ഇടയിലേക്കാണ് തീ പടർന്നത്. പിന്നെ അത് ചൂടുകൂടി ആയതോടുകൂടി ഈ പറയുന്ന പോലെ ആളിക്കത്തുകയായിരുന്നു. തീ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം ആളി പടരുകയായിരുന്നു എന്നാണ് സാക്ഷികൾ പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഈ പറയുന്ന വിഴിഞ്ഞത്തു നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘം ഈ പറയുന്ന തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതേസമയം വേറെ മറ്റു കൃഷിനാശമോ മറ്റു ബുദ്ധിമുട്ടുകളോ ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഭവ്യ. ശരി, അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. പഴയകാല പാട്ടുപെട്ടികളുടെ ഒരു കാവൽക്കാരനുണ്ട് ഇടുക്കിയിൽ.
നെടുങ്കണ്ടം സ്വദേശിയായ വരമ്പകത്ത് KC ചാക്കോ. ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഗ്രാമഫോൺ മുതൽ നിരവധി ഉപകരണങ്ങളാണ് ചാക്കോയുടെ ശേഖരത്തിലുള്ളത്. ഇന്നലകളുടെ പാട്ടോർമ്മകളുടെ കാവൽക്കാരനാണ് ചാക്കോ. 1920 കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ നിർമ്മിച്ച ഗ്രാമഫോൺ, 1924 ഗ്രാമഫോൺ പെട്ടി, വാൽവ്, ട്രാൻസിസ്റ്റർ റേഡിയോകൾ, വിവിധ റെക്കോർഡ് പ്ലെയറുകൾ തുടങ്ങി പാട്ടുപെട്ടികളുടെ വിവിധ കാലഘട്ടങ്ങളെ പ്രതിനിധീകരിക്കുന്ന നിരവധി ഉപകരണങ്ങൾ ഇവിടെയുണ്ട്. ഫിലിപ്സ്, അക്കായ്, സിമൻസ് എന്നിങ്ങനെ ജനഹൃദയങ്ങൾ കീഴടക്കിയ മിക്ക കമ്പനികളുടെയും പ്ലെയറുകളുടെ ശേഖരം. മിക്കവയും പതിറ്റാണ്ടുകൾ പഴക്കമുള്ളവയാണെങ്കിലും എല്ലാം പ്രവർത്തന സജ്ജമാണ്. ഗ്രാമഫോൺ പെട്ടിയാണ്, ഡക്കാപ്പെട്ടി എന്നതിന് പറയും. ഇത് മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് 1924 കമ്പനി പുറത്തിറക്കിയതാണ്. അതിന് ഓരോ ഡിസ്ക് വയ്ക്കുമ്പോഴും നമ്മൾ ഓരോ നീഡിൽ മാറ്റി തരണം. നീഡിൽ മാറ്റി ഇട്ടില്ലെങ്കിൽ ആ ഡിസ്ക് ഡാമേജ് ആവും. ഇത് ഇങ്ങനെ കുഴിഞ്ഞു പോകും. ഇത് മുറപ്പെണ്ണ എന്ന സിനിമയിലെ കരയുന്നോ പുഴ ചിരിക്കുന്നു. ഇത് വൈൻഡ് ചെയ്യുമ്പോൾ സ്പ്രിങ് മുറുകുന്നതനുസരിച്ചാണ് ഇതിൽ. വീട്ടിൽ ആദ്യ റേഡിയോ വാങ്ങിയതോടെയാണ് ചാക്കോയ്ക്ക് പാട്ടുപെട്ടികളോടുള്ള ഭ്രമം തുടങ്ങിയത്. പിന്നീട് സാങ്കേതിക വിദ്യയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് പുതിയവ വാങ്ങുകയും പഴയകാല ഉപകരണങ്ങൾ വിവിധ മേഖലകളിൽ നിന്ന് ശേഖരിക്കുകയും ചെയ്തു. ഇത് 1969 ഇറങ്ങിയ HMVയുടെ മോഡലാണിത്. HMVയുടെ വാൽവ് റേഡിയോ. ഇപ്പോൾ ഇത് വർക്കിംഗ് കണ്ടീഷനാണ്. ഇതിന് നമ്മൾ എയറിൽ വേണം, എർത്ത് വേണം. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നല്ല ക്ലാരിറ്റിയോടുകൂടി ഇപ്പോഴും അത് പ്രവർത്തിക്കും. അന്നിറങ്ങിയ ഫിലിപ്സിൻ്റെ ഒരു വാൽവ് റേഡിയോയാണിത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സ്റ്റീരിയോ, അത് മോണോയാണ്. സ്റ്റീരിയോ സെറ്റ് ആദ്യം ഇറങ്ങിയ ഫിലിപ്സിൻ്റെ വാൽവ് റേഡിയോ. ഇതും 1969 കാലയളവിൽ ഇതും വർക്കിംഗ് ആണ്. ഞാൻ ഒരു റെക്കോർഡ് പ്ലെയറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുക. അത് ഒരു പിക്കപ്പ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടം മുതലുള്ള സിനിമാ ഗാനങ്ങളുടെ മികച്ച ശേഖരവും ഇവിടെയുണ്ട്. പണ്ടുകാലത്ത് സിനിമാ ആസ്വാദകർക്ക് നൽകിയിരുന്ന പാട്ടുപുസ്തകങ്ങളും ചാക്കോയുടെ ശേഖരത്തിലുണ്ട്. ഇന്നലകളിലെ സിനിമാ ഓർമ്മകളുടെ ഒരു സൂക്ഷിപ്പുകാരൻ കൂടിയാണ് ഇദ്ദേഹം. സാങ്കേതിക വിദ്യയുടെ വിവിധ പതിറ്റാണ്ടുകളിലെ മാറ്റങ്ങളും പഴമയുടെ പ്രൗഢിയും വരും തലമുറയ്ക്കായി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ഇദ്ദേഹം. പ്രിൻസ് ജെയിംസ്, ന്യൂസ് 18, ഇടുക്കി. ആലപ്പുഴ വാടക്കലിൽ അമ്മയുടെ ആൺ സുഹൃത്തിനെ കറണ്ടടിച്ച് കൊലപ്പെടുത്തിയതിന് പിന്നിൽ വർഷങ്ങൾ നീണ്ട പക. കൊല്ലപ്പെട്ട ദിനേശൻ 4 വർഷം മുൻപ് മുഖ്യപ്രതിയായ കിരണിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തി. അന്നും തർക്കത്തിന് കാരണം അമ്മയുമായുള്ള ബന്ധമായിരുന്നുവെന്നും പോലീസ് പറയുന്നു. ഷോക്കേറ്റ് വീണ ദിനേശന്റെ കയ്യിൽ കമ്പി വടി പിടിച്ച ശേഷം വീണ്ടും ഷോക്കടിപ്പിച്ച ശേഷം മരണം ഉറപ്പിക്കുകയായിരുന്നു. മുഖ്യപ്രതിയായ കിരണിന്റെ അമ്മയുമായി കൊല്ലപ്പെട്ട ദിനേശന് വർഷങ്ങൾ നീണ്ട വഴിവിട്ട ബന്ധമായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ഇരുവരും തമ്മിലുള്ള ബന്ധത്തെ തുടർന്ന് നിരവധി തവണ കിരണുമായി സംഘർഷമുണ്ടായി. 4 വർഷം മുമ്പ് ദിനേശൻ കിരണിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചിരുന്നു. പുന്നപ്ര സഹകരണ ആശുപത്രിയിൽ ചികിത്സ തേടിയെങ്കിലും മറ്റ് നിയമ നടപടികളിലേക്ക് കടന്നിരുന്നില്ല. കഴിഞ്ഞ പുതുവർഷ ദിനത്തിലും വീട്ടിൽ വന്നതുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ തർക്കവും കയ്യേറ്റവും ഉണ്ടായി. മരണപ്പെട്ട ദിവസവും ദിനേശൻ അശ്വമയെ കാണാൻ വീട്ടിൽ വന്നിരുന്നു. വീണ്ടും വരുന്നത് കാത്ത് കിരൺ ഇരുന്നു. വീടിന്റെ പിന്നിലെ താഴ്ന്ന പ്രദേശത്ത് വെള്ളം കയറുമ്പോൾ മത്സ്യം പിടിക്കാനായി ഉപയോഗിച്ചിരുന്ന വയർ കറണ്ടുമായി ഘടിപ്പിച്ചിരുന്നു. 12:30 വോൾട്ടേജിൽ വ്യതിയാനം വന്നതോടെ ദിനേശന് വൈദ്യുതാഘാതം ഏറ്റെന്ന് ഇലക്ട്രീഷ്യൻ കൂടിയായ കിരണിന് ഉറപ്പായി. പുറത്തിറങ്ങിയ ശേഷം കയ്യിൽ കമ്പിവടി ഘടിപ്പിച്ച് വീണ്ടും വൈദ്യുതി കടത്തിവിട്ടു. കൊലപാതക വിവരം അപ്പോഴേക്കും രക്ഷിതാക്കളെ അറിയിച്ചിരുന്നു. പുലർച്ചെ 3:30 പിതാവ് കുഞ്ഞുമോനും കിരണും മൃതദേഹം ചുമന്നെടുത്ത് പാടത്തുപേക്ഷിച്ചു. പിറ്റേ ദിവസം രാവിലെ ദിനേശൻ പാടത്ത് കിടക്കുന്നതായി അശ്വമ്മയോട് തൊട്ടടുത്ത വീട്ടിലെ കുട്ടി പറഞ്ഞുവെങ്കിലും അവിടെ കിടക്കട്ടെ, ആരോടും പറയേണ്ടെന്നായിരുന്നു മറുപടി. വൈകിട്ടോടെയാണ് മറ്റുള്ളവർ മൃതദേഹം പാടശേഖരത്തിൽ കാണുന്നത്. ആ ദിവസം തന്നെ അശ്വമ്മ കായംകുളത്ത് കല്യാണത്തിനും കുഞ്ഞുമോൻ ജോലിക്കും പോയിരുന്നു. മരണാനന്തര ചടങ്ങുകളിലും 3 പേരും സജീവമായി പങ്കെടുത്തു. കുഞ്ഞുമോനെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ താൻ ചവിട്ടിയാണ് ദിനേശനെ കൊലപ്പെടുത്തിയതെന്നാണ് ആദ്യം പോലീസിനോട് പറഞ്ഞത്.
എന്നാൽ ഒരുമിച്ചുള്ള ചോദ്യം ചെയ്യലിലാണ് പ്രതികൾക്ക് സത്യം സമ്മതിക്കേണ്ടതായി വന്നത്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. ഇപ്പോൾ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിൽ മന്ത്രി എം പി രാജേഷ് അങ്ങ് ഇതിനെല്ലാം സാക്ഷിയാണല്ലോ. അങ്ങനെ ഒരു തർക്കത്തിലേക്ക് കൊണ്ടുപോണ്ട. ഞാൻ വളരെ മിതമായിട്ട് മാത്രമേ കാര്യങ്ങൾ വസ്തുതാപരമായിട്ട് പറഞ്ഞിട്ടുള്ളൂ. അല്ല, ഇവിടെ കേരളം ലഹരിയുടെ കേന്ദ്രമായി എന്ന് പറഞ്ഞത് ശരിയല്ല എന്നേ പറഞ്ഞുള്ളൂ. ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ശരിയാണ്. ലഹരിയുടെ കേന്ദ്രമായി എന്ന് പറയുന്നത് ശരിയല്ല. അല്ല, അങ്ങനെയൊന്നും അങ്ങ് കാണണ്ട. അങ്ങ് ഏറ്റുമുട്ടാൻ ഉറച്ചിട്ടാണെങ്കിൽ ഞാൻ അതിന് തൽക്കാലം ഇല്ല. അതിന് വേറെ അവസരം നമുക്ക് ഉപയോഗിക്കാം. ഈ വിഷയത്തിൽ ഏറ്റുമുട്ടാനില്ല എന്ന് വ്യക്തമാക്കുകയാണ്. പക്ഷെ വസ്തുത പറയേണ്ടി വരുമല്ലോ, അത്രയേ ഉള്ളൂ. വസ്തുത പറയേണ്ടി വരും. ഞാനിവിടെ നിങ്ങളുടെ തന്നെ ഭാഗത്ത് നിന്ന് പലരും സംസാരിച്ചത് വളരെ കാര്യഗൗരവത്തോടെയാണെന്ന് പറഞ്ഞല്ലോ. ഒരാൾ മാത്രമല്ല, പലരും അങ്ങനെ ഇപ്പുറത്തുനിന്നും അതെ അങ്ങനെയാണ് സംസാരിച്ചത്. ആ സ്പിരിറ്റാണ് നമുക്ക് നിലനിർത്തേണ്ടത്. പക്ഷെ സർക്കാരിന്റെ ഭാഗത്ത് വരുമ്പോൾ കണക്കും വസ്തുതയൊക്കെ പറയേണ്ടി വരും, അത്രയേ ഉള്ളൂ. സർ, ഇവിടെ വന്നൊരു വിമർശനം എൻഫോഴ്സ്മെന്റിനെ കുറിച്ചാണ്. അത് ഞാൻ പറയാം. അതിനുശേഷം മറ്റ് എന്ത് ചെയ്തു ഈ ക്യാമ്പയിനിൽ എന്ന കാര്യത്തിലേക്കും വരാം. എൻഫോഴ്സ്മെന്റിന്റെ കാര്യത്തിൽ എന്താണ് ചെയ്തിട്ടുള്ളത്? ഒരു എൻഫോഴ്സ്മെന്റ് നടക്കുന്നില്ല എന്ന വിമർശനം ഉണ്ടായി. അത് നിർഭാഗ്യകരമാണ്. അങ്ങനെയല്ല വസ്തുത. ഇപ്പോ സ്കൂൾ പരിസരങ്ങളിലെ പരിശോധന 2023 10,761, 2024 32,846 പരിശോധനകളാണ്. 3 ഇരട്ടിയായിട്ട് ഒരു വർഷത്തിനിടയിൽ പരിശോധന വർദ്ധിച്ചു. അതിനു പുറമെ സർക്കാർ കേസുകളുടെ കാര്യം എടുക്കാം. പാർലമെന്റ് കൊടുത്ത മറുപടിയുണ്ട്, അത് ആധികാരികമായിട്ടുള്ള മറുപടിയാണല്ലോ. കേസുകളുടെ കാര്യം നമുക്കെടുക്കാം. ഇന്ത്യയിൽ ഞാൻ നേരത്തെ പറഞ്ഞു, മൂല്യം വളരെ കുറവാണ് കേരളത്തിൽ നിന്ന് പിടിച്ച മയക്കുമരുന്നിന്റെ. പക്ഷേ കേസിന്റെ എണ്ണവും അറസ്റ്റ് ചെയ്ത ആളുകളുടെ എണ്ണവും വളരെ കൂടുതലാണ്. ഇപ്പൊ പാർലമെന്റിൽ ഈ ഫെബ്രുവരി 5 കഴിഞ്ഞ ദിവസം മന്ത്രി എം പി രാജേഷ് മറുപടി പറയുകയാണ്. തത്സമയമാണ് പ്രേക്ഷകർ കണ്ടത്. ഇലപ്പംകുളം ചൂനാട് UP സ്കൂളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ, ചാരുമൂട് മേഖലാ കമ്മിറ്റിയും ഡോക്ടർ KM ചെറിയാൻ ഹോസ്പിറ്റൽ കല്ലിശ്ശേരിയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. അസോസിയേഷൻ മേഖലാ പ്രസിഡന്റ് നാസർ ഷാൻ അധ്യക്ഷത വഹിച്ചു. വള്ളിക്കുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രോഹിണി ഉദ്ഘാടനം ചെയ്തു. ഇനി ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് കാണാം. ടോം കുര്യാക്കോസ് ചേരും. നമസ്കാരം.